ഓം ശാന്തി. ഇപ്പോഴത്തെ കാലത്ത് മക്കൾ വളർന്ന് ടീനേജേഴ്സ് ആവും മുന്നേ സ്ക്രീനേജേഴ്സ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത് കുട്ടികൾ വളർന്ന് ടീനേജായി ഫ്രണ്ട്സായി കളിയായി ആ ലെവലിലാണെങ്കിൽ ഇന്നത്തെ മക്കൾ വളരുമ്പോഴത്തേക്കും തന്നെ അവരുടെ കയ്യിൽ മൊബൈലിൻ്റെ സ്ക്രീന് പലപ്പോഴും നിങ്ങൾ ബസ്സിലോ ബസ് സ്റ്റാൻഡിലോ എവിടെയെങ്കിലും നിൽക്കുമ്പോൾ ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ ഓൾമോസ്റ്റ് ഓൾ കുട്ടികളുടെ കയ്യിലുള്ള ഒരു മൊബൈൽ രണ്ട് വിരൽ ബിസി ആയിക്കൊണ്ട് ഇങ്ങനെ തല താഴ്ത്തിരിക്കുന്ന കുട്ടികളെ കാണാം. വളരെ മുന്നേ തന്നെ സ്പോണ്ടിലിസിസ് അടിമയായി പോകും, നമുക്ക് പേടി തോന്നിപ്പോവും. അത്രയും അത്യധികമാണ് കുട്ടികളുടെ മൊബൈലിൻ്റെ ഉപയോഗം. അതിൻ്റെ കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മാതാപിതാക്കൾ കുഞ്ഞു മക്കളായിരിക്കുമ്പോൾ തൊട്ട് അവരുടെ കയ്യിൽ ഫ്രീ ആയിട്ട് ഈ മൊബൈൽ കൊടുത്ത് ശീലിച്ചു പോവുകയാണ്. എൻ്റെ കുട്ടി ആ മൊബൈലിൽ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും റെക്കോർഡ് ചെയ്യും അത് ചെയ്യും ഇത് ചെയ്യുന്നൊക്കെ എന്നോട് വന്ന് പറയുമ്പോൾ പലപ്പോഴും എനിക്ക് വിഷമം തോന്നാറുണ്ട്. കാരണം അറിയുന്നില്ലല്ലോ അവനവൻ്റെ കുട്ടികളുടെ ബ്രെയിനിനെ മെമ്മറി പവറിനെ ഇതിനൊക്കെ വലിയ നഷ്ടം ഇത് വരുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്നുള്ള കാര്യം. നിങ്ങൾക്കറിയോ, മൊബൈലിൻ്റെ ആപ്പിളിൻ്റെ കമ്പനിയുടെ ഓണറായിരിക്കുന്ന സ്റ്റീവ് ജോബ്, അദ്ദേഹം 16 വയസ്സ് വരെ തൻ്റെ മക്കൾക്ക് മൊബൈൽ ടച്ച് ചെയ്യാൻ പോലും കൊടുത്തിട്ടില്ല. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഒരു പാർട്ട്ണർ അദ്ദേഹത്തോട് ചോദിച്ചു പോലും, നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ മക്കൾക്ക് മൊബൈൽ ഉപയോഗിക്കാൻ കൊടുക്കാത്തത് എന്ന്. അപ്പം അദ്ദേഹം പറഞ്ഞു, ആ രാക്ഷസനെ കണ്ടെത്തിയ ആൾ ഞാൻ തന്നെയാണല്ലോ, എനിക്കറിയാം എൻ്റെ മക്കളതെങ്ങനെ നശിപ്പിക്കുമെന്ന്, അതുകൊണ്ട് ഞാൻ അവർക്കത് 16 വയസ്സ് വരെ കൊടുക്കില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറഞ്ഞു എന്ന്. അദ്ദേഹം മാത്രമല്ല, ഫേസ്ബുക്കിൻ്റെ അതുപോലെ തന്നെ ഗൂഗിളിൻ്റെ ഒക്കെ കമ്പനിയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ 80% ആളുകളുടെ വീട്ടിലും ടി വിയും ഇല്ല, അവരുടെ വീട്ടിൽ മൊബൈലും യൂസ് ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? അവർക്കെല്ലാം ടെക്നോളജി കിട്ടാഞ്ഞിട്ടാണോ? ഒരിക്കലുമല്ല. അവരുടെ മക്കളെല്ലാം ടെക്നോളജിയിൽ എഡ്യൂക്കേറ്റഡ് ആവണ്ടെന്ന് കരുതിയിട്ടാണോ? അതുമല്ല. കാരണം ഈ സാധനങ്ങൾ ഉണ്ടാക്കുന്ന റേഡിയേഷൻസും അതുകൊണ്ട് അവരുടെ മക്കളുടെ വികാസത്തിലുണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ചുമൊക്കെ അവർ പൂർണ്ണ ബോധവാന്മാരാണ്. നമ്മുടെ കുട്ടികളുടെ തലച്ചോറിൻ്റെ പ്രവർത്തനക്ഷമതയെ ഇല്ലാതാക്കി കളയും. ഈ മൊബൈൽ നിരന്തരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ കണ്ണിൻ്റെ കാഴ്ചയെ ബാധിക്കും, ഓർമ്മശക്തിയെ ബാധിക്കും, ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ ബാധിക്കും. അവരുടെ ശരീരത്തിലെ സ്റ്റാമിന അഥവാ സ്ട്രെങ്ത്ത് ഇല്ലാതായി മാറും. ശാരീരികമായി റെസിസ്റ്റൻസ് പവർ വളരെ കുറവാകുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും പല രോഗങ്ങൾക്കും കുട്ടികൾ അടിമയാവാനുള്ളതായിട്ടുള്ള ചാൻസസ് ഒരുപാട് കൂടുതലാണ്. മാത്രമല്ല, ഈ കുട്ടികളുടെ അടുത്തൊരു സോഷ്യൽ ലൈഫ് എന്ന് പറയുന്ന സാധനമേ ഇല്ലാത്ത രീതിയിൽ ഒരു ചെറിയ ഒരു മൊബൈലും അതിൻ്റെ ചുറ്റും എല്ലാ നേരത്തും അവരുമായി മാറുന്നൊരവസ്ഥയിലേക്ക് മാറുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നത്. അതുകൊണ്ട് മാതാപിതാക്കൾ കുട്ടികൾ എത്ര തന്നെ വാശി പിടിച്ചാലും എന്തു തന്നെ കരഞ്ഞാലും ഒരു പാക്കറ്റ് ചോക്ലേറ്റ് ഒറ്റയ്ക്ക് തിന്നണം എന്ന് വാശി പിടിച്ചത് കൊണ്ട് നിങ്ങൾ കൊടുക്കാറില്ലല്ലോ. കാരണം അത് കുട്ടിയുടെ ശാരീരികമായി രോഗം ഉണ്ടാക്കുന്ന അറിയുന്നത് കൊണ്ടാണ്. ഈ മൊബൈൽ പതുക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊല്ലുകയാണ്. അതുകൊണ്ട് 16 വയസ്സ് വരെയുള്ള സമയം എന്ത് തന്നെ കാരണം കൊണ്ടും മൊബൈൽ തൻ്റെ മക്കൾക്ക് കൊടുക്കാതിരിക്കുന്നതാണ് പാരൻസ് മക്കളോട് കാണിക്കുന്ന സ്നേഹം ഉണ്ടെങ്കിൽ. സ്നേഹം ഉണ്ടെന്നുള്ളതിൻ്റെ പ്രൂഫ് മൊബൈൽ കൊടുക്കാതിരിക്കൂ എന്നാണ് ഞാൻ പറയുക. പലപ്പോഴും എന്താ ചെയ്യാന്ന് വെച്ചാൽ അച്ഛനും അമ്മയും കൂടിയിട്ട് ഞാൻ പലർത്തും കണ്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ മാതാപിതാക്കൾ വന്ന് നമ്മളോട് സംസാരിക്കാൻ ഇരിക്കുകയാണ്, അവരെ കൂടെ 2-3 വയസ്സുള്ളൊരു കുട്ടിയുണ്ട്. അപ്പോൾ ആ കുട്ടി കേൾക്കാതിരിക്കാൻ വേണ്ടി എന്താ പറയുക അറിയോ? മൊബൈൽ കൊടുക്കും. മോൻ കൊണ്ടുപോയി ഗെയിം കളിച്ചോ, അച്ഛപ്പ വരാട്ടോ എന്ന് പറയും. എന്നുവെച്ചാൽ അർത്ഥം കുട്ടീനെ ആ മൊബൈലിൽ എൻഗേജ് ചെയ്തുകൊണ്ട് അവർ അവരുടെ കാര്യത്തിന് സമയത്തിന് ഫ്രീ ആയി ഉപയോഗിക്കാൻ നോക്കുകയാണ്. ഒരുപാട് അച്ഛനമ്മമാർ അറിയാതെയാണെങ്കിലും ചെയ്തു പോകുന്ന വലിയൊരു തെറ്റാണിത്. ആ കുഞ്ഞു പ്രായത്തിൽ അവരുടെ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റിനെ വല്ലാതെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു സാധനമാണ്. കുഞ്ഞു നാളിലെ മക്കൾക്ക് തന്നെ കട്ടി ഗ്ലാസ് ഇട്ടതായിരിക്കുന്ന കണ്ണട വെക്കേണ്ട അവസ്ഥ എന്തൊക്കെയാണ് ഈ മൊബൈൽ ഉണ്ടാക്കണമെന്ന് അറിയോ? അതുകൊണ്ട് ഒരിക്കലും മക്കളെ എൻഗേജ് ചെയ്യാനുള്ളതായിട്ടുള്ള വഴിയായിട്ട് നമ്മളതിനെ ഉപയോഗിക്കരുത്. പിന്നെ രണ്ടാമത്തെ ഘടകം എന്താണെന്ന് വെച്ചാൽ, മക്കൾക്ക് ഇഷ്ടം ഇതൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വാശി ഇല്ലാതാക്കാൻ വേണ്ടി ഈ കുഞ്ഞു മക്കളുണ്ടായിരിക്കുമല്ലോ, ഞാൻ കണ്ടിട്ടുണ്ട് ടി വിയിൽ പാട്ടിട്ടിട്ട് ഇത്ര പോകുന്നൊരു പൊടിക്കുഞ്ഞിന് എന്തിനു പറഞ്ഞാൽ 6-7 മാസമായിട്ടുണ്ടാവില്ല. കുട്ടി വാശി പിടിക്കാൻ വേണ്ടി അമ്മ അടുക്കളയിൽ പണിയെടുക്കാൻ വേണ്ടി ചെയ്യുന്ന പണി എന്താണെന്നറിയോ? ടി വിയിൽ പാട്ടിട്ടിട്ട് ഡാൻസും പാട്ടും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ആ പാട്ടിലിങ്ങനെ കുട്ടിക്ക് അതിപ്പോൾ ഡാൻസാണ് പാട്ടാണ് എന്തൊന്നാ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് കുട്ടിക്ക് അറിഞ്ഞൂടാ. പക്ഷേ അതിനെ സംബന്ധിച്ചിടത്തോളം കളർഫുള്ളായിട്ടുള്ള കുറേ പിക്ചേഴ്സ് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്, നല്ല പാട്ടും തട്ടും കേൾക്കുന്നുണ്ട്. തകില് കേൾക്കുമ്പോൾ കുട്ടികൾ മിണ്ടാതിരിക്കും പോലെ ആ തകില് കേട്ട് ക്രിയേറ്റീവ് ആക്കേണ്ടതിന് പകരം ഈ ടി വിനെ കാണിച്ചു കൊടുത്തുകൊണ്ട് പിന്നെ പതുക്കെ കുട്ടി പിച്ച വെക്കാൻ തുടങ്ങുമ്പോൾ ടി വിയിൽ ഡാൻസിനൊപ്പം ഡാൻസ് കളിക്കും. അച്ഛനും അമ്മയ്ക്ക് അങ്ങ് ലഹരിയായി, എൻ്റെ കുട്ടി ഡാൻസറാണ്, പിന്നെ ഫുൾ ടൈം പാട്ടിട്ട് കൊടുത്ത് ഡാൻസ് കളിപ്പിക്കലായി. കുറച്ച് കഴിയുമ്പോൾ കുട്ടി പക്കാ അഡിക്റ്റായിട്ട് മാറുകയാണ് ടി വിയുടെ.
ചാനലിൻ്റെ അഡിക്റ്റായിട്ട് മാറുകയാണ്. അങ്ങനെ മാറിക്കഴിയുമ്പോൾ പിന്നെ പ്രശ്നമായി, കൗൺസിലിങ്ങിൽ കൊണ്ടുപോയി ചീത്ത പറയലായി, പഠിക്കുന്നില്ല എന്ന് പറയലായി. ആ കുട്ടി അങ്ങനെ ആക്കിയത് ആരാണ്? അവരുടെ പേരൻസ് തന്നെയാണ്. അപ്പം അതുകൊണ്ട് കുട്ടിക്കാലത്ത് എൻഗേജ് ചെയ്യാനൊരു വഴിയായിട്ട് ഒരിക്കലും മക്കളെ ഉപയോഗിക്കരുത്. പിന്നെ മക്കളെ എൻഗേജ് ചെയ്യിക്കേണ്ടത് ടി വിയിലോ അല്ലെങ്കിൽ മൊബൈലിലോ അല്ല. എൻഗേജ് ചെയ്യിക്കേണ്ടത് അവർക്ക് എന്തെങ്കിലും സ്കിൽസ് ഉണ്ടാവും. ഒന്നുകിൽ പാടാൻ, അല്ലെങ്കിൽ ആ ഡാൻസ് കളിക്കാൻ, അല്ലെങ്കിൽ വരയ്ക്കാൻ, അല്ലെങ്കിൽ വായിക്കാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്പോർട്സിൽ എന്തിലാണ് ഒരു കുട്ടിയുടെ ആ കാലിബർ എന്ന് നോക്കിക്കൊണ്ട് അവൻ്റെ ഇൻട്രസ്റ്റ് ഏതിലാണെന്ന് നോക്കി ആ കുട്ടീനെ ബിസിയാക്കാൻ വേണ്ടി പാരൻസ് ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പോകേണ്ടി വരും, കൊണ്ടാക്കേണ്ടി വന്നേക്കാം, കൂട്ടിക്കൊണ്ടേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഓപ്ഷൻ അതിന് കണ്ടെത്തേണ്ടി വന്നേക്കാം. അതൊന്നും നിങ്ങൾ ഒരിക്കലും ഒരു റിസ്ക് ആയിട്ട് എടുക്കരുത്. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളാവുന്നത്. അതുകൊണ്ട് നിർബന്ധമായിട്ടും നിങ്ങൾ കുട്ടികളെ എൻഗേജ് ചെയ്യിക്കാൻ വേണ്ടി ടി വി ഉപയോഗിക്കരുത്. അവരെ അവരുടേതായിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള ഗുണം എന്താണ്, കഴിവെന്താണ്, അതിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി. ചില കുട്ടികൾക്ക് 2, 3 ഞാൻ പല കുട്ടികളും ഒരുപാട് ഓവർ ആക്റ്റീവായിട്ടുള്ള കുട്ടികളെ കൊണ്ടുവരാറുണ്ട് സെൻറ്ററിലേക്ക്. അവർക്ക് ഒന്നുകിൽ രാവിലെ പാട്ട്, ഉച്ചയ്ക്ക് ഡാൻസ്, വൈകുന്നേരം കരാട്ടെ, ഇങ്ങനെ വരെ പറഞ്ഞയച്ച് കുട്ടി ഫുൾ എൻഗേജ്ഡ് ആക്കുന്നു. ആ കുട്ടി സ്കൂളിൽ നമ്പർ 1 ആയിട്ട് പഠിക്കുന്നുമുണ്ട്, വരയ്ക്കും. അപ്പോൾ ഒരു കുട്ടിയുടെ ഉള്ളിൽ എത്രയൊക്കെ സ്കില്ലുണ്ട്, ആ സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടതായിട്ടുള്ള ടൈമാണ് അവൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത്. ആ സമയത്തിനെ മൊബൈലിൻ്റെയും മറ്റേൻ്റെയും ഇടയിൽ എൻഗേജ് ആക്കിക്കൊണ്ട് വായനാശീലം വളർത്തുന്നതിന് പകരം മക്കളെ ഇങ്ങനെയൊക്കെ വെക്കുന്നത് അവരെ ഡേഞ്ചറസ് ആയിരിക്കുന്നൊരു ഭാവി ഉണ്ടാക്കാനേ സഹായിക്കൂ. അതുകൊണ്ട് നിർബന്ധമായിട്ടും നിങ്ങൾ മക്കൾക്ക് അത്തരം സമയത്ത് കൊടുക്കരുത്. പിന്നെ വേറൊരു കാര്യം, മക്കൾക്ക് മാതൃകയാവേണ്ട മാതാപിതാക്കൾ തന്നെയാണ്. ആഹാരം കഴിക്കാനിരിക്കുമ്പോൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും എല്ലാ സമയത്തും അമ്മ മൊബൈലിൽ ഫുൾ ടൈം ബിസിയാണ്. പിന്നെ കുട്ടി മൊബൈലല്ലാണ്ട് പിന്നെ എവിടെയാണ് ബിസി ആവുക? അപ്പം എല്ലാ സമയത്തും ഒന്നുകിൽ ടി വി അല്ലെങ്കിൽ മൊബൈൽ. അമ്മ തിരക്ക് പിടിച്ച ലോകത്താണ്. അപ്പോൾ പിന്നെ കുട്ടിക്ക് എവിടെയാണ് സമയം ഉണ്ടാവുന്നത്? അച്ഛനും അമ്മയുമാണ് കുട്ടികളുടെ മാതൃകയാവേണ്ടത്. ഏത് സയൻസിൻ്റെ സാധനം നമുക്ക് ഉപയോഗിക്കാം. ഞാൻ മൊബൈലിനെതിരായ ആളൊന്നുമല്ല, അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത ആളല്ല, ടി വിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആളല്ല. എല്ലാം നമുക്ക് നല്ലത് തന്നെയാണ്. പക്ഷേ ഇതൊക്കെ ആവശ്യത്തിന് ഉപയോഗിക്കാനും കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി മാതാപിതാക്കളാണ് ആദ്യം അവനവൻ്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യേണ്ടത്. എന്നാൽ കുട്ടികൾ ആ വഴിക്ക് വന്നിരിക്കും, അതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ കുട്ടികൾ വളരുന്ന സമയത്ത് അവർ വാശി പിടിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഒരു വിഷമം, അല്ലെങ്കിൽ അവരുടെ ഫീലിംഗ് എന്താണ്, എന്തുകൊണ്ടാണ് അവർ വാശി പിടിക്കുന്നത്? കുട്ടി ഒരു കാര്യം പറയുമ്പോഴേക്കും 4 ചീത്ത വിളിച്ച്, ഇപ്പം നിങ്ങൾ ചീത്ത വിളിച്ചാൽ കുട്ടി മിണ്ടാതിരിക്കും. 4 നാൾ കഴിയുമ്പോൾ നിങ്ങളൊരു കാര്യം ആവശ്യപ്പെടുമ്പോൾ നിങ്ങളെയും ചീത്ത വിളിച്ച് കുട്ടി ഒരു മൂലയ്ക്ക് കൊണ്ടിരുത്തും. അതുകൊണ്ട് കുട്ടി ഒരു കാര്യം ആവശ്യപ്പെടുന്ന സമയത്ത് അവൻ എന്തുകൊണ്ട് ആവശ്യപ്പെടുന്നു എന്താണെന്ന് മനസ്സിലാക്കി, വേണ്ടാത്തതാണെങ്കിൽ സ്നേഹത്തിൻ്റെ ഭാഷയിലൂടെ വേണം നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുത്ത് അവരെ വേണ്ട പ്രോപ്പർ ഗൈഡൻസിലൂടെ അവരുടെ കാലിബർ എന്താ, അവരുടെ സ്പെഷ്യാലിറ്റി എന്താണ്, ആ രീതിയിൽ അവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ. ഇങ്ങനെയൊക്കെ മാതാപിതാക്കൾ മക്കളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാനും അവർക്ക് വേണ്ടി ടൈം കൊടുക്കാനും അവരുടെ ആക്റ്റീവ് സെൻറ്ററിലേക്ക്, അതായത് ഉദാഹരണം പറഞ്ഞാൽ കുട്ടി വയലിൻ പഠിക്കാൻ ഇഷ്ടമൊരു മോനാണ്, അവനെ വയലിൻ ക്ലാസ്സിൽ കൊണ്ടാക്കി കൊടുത്തു എന്നതുകൊണ്ട് മാത്രം അവൻ്റെ സെൻറ്ററിലേക്ക് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് അവൻ്റെ സെൻറ്ററിലേക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ നിങ്ങൾ അവൻ്റെ കൂടെ പഠിച്ചു നോക്ക്. ഞാൻ കാണുന്നുണ്ട് നമ്മുടെ ബ്രഹ്മകുമാരി സെൻറ്ററിൽ വരുന്ന ഒരു അച്ഛനും അമ്മയും മകളും ഉണ്ട്. മകളെ ഡാൻസിന് കൊണ്ടാക്കിയപ്പോൾ ഒപ്പം അമ്മ ഡാൻസ് പഠിക്കാൻ ജോയിൻ ചെയ്തു. അതുകൊണ്ട് കുട്ടിക്ക് ഡാൻസ് പഠിക്കാൻ എന്തൊരു ഇഷ്ടമായിരുന്നു അറിയാം. അമ്മയും മോളും കൂടി ഒന്നിച്ച് പ്രാക്ടീസ് ചെയ്യും. കുട്ടി അമ്മയോട് പറയാം അങ്ങനെയല്ല, സ്റ്റെപ്പ് ഇങ്ങനെയാണ്. കുട്ടി പഠിപ്പിച്ചുകൊണ്ട് മിടുക്കിയായിട്ട് പഠിച്ചു. കുട്ടിയേക്കാൾ മുന്നേ അമ്മ അരങ്ങേറ്റം നടത്തി. ഇപ്പോൾ കുട്ടിയുടെ അരങ്ങേറ്റം വരാൻ പോവുകയാണ്. മോള് മ്യൂസിക് പഠിക്കാൻ തുടങ്ങി. അപ്പം മോളുടെ ഒപ്പത്തിനൊപ്പം അച്ഛനും അമ്മയും മോളും കൂടിയിട്ട് മ്യൂസിക് പഠിക്കാൻ കയറുകയാണ്. അച്ഛനും ഭയങ്കര റിലാക്സേഷൻ, അമ്മയ്ക്ക് റിലാക്സേഷൻ, മോൾക്കാണെങ്കിൽ ഫുൾ ഇൻട്രസ്റ്റ്. അതുകൊണ്ട് പിന്നെ മകൾ വീട്ടിൽ വന്നാൽ അച്ഛനും അമ്മേനെയും പഠിപ്പിക്കാൻ തുടങ്ങുന്നു. കുട്ടി പഠിക്കും, ഒന്നിച്ച് സാധന ചെയ്യും. മാത്രമല്ല അച്ഛനും അമ്മയും കുട്ടിയും തമ്മിലൊരു നല്ല ബോണ്ട് ക്രിയേറ്റ് ചെയ്യും. ഇതിനെയാണ് പറയുന്നത് എൻ്റർ ഇൻ ടു ദെയർ സെൻറ്റർ എന്ന് പറയുന്നത്. ആ ഒരു കുഞ്ഞിൻ്റെ ഹൃദയത്തിലേക്ക് നിങ്ങൾക്ക് സ്ഥാനം പിടിക്കണമെങ്കിൽ ആ കുഞ്ഞിനെ പോലെ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് പറ്റണം. എന്നാൽ യാതൊരു സംശയവുമില്ല, കുട്ടികൾ സാധനങ്ങളുടെ കൂടെ എൻഗേജ് ആയി പോവാതെ നിങ്ങളുടെ കൂടെ എൻഗേജ് ആവും. ഇങ്ങനെ അവരെ സെൻറ്ററിലേക്ക് നമുക്ക് ഇറങ്ങാനായിട്ട് സാധിക്കണം. പിന്നെ ഒരു കാര്യം, നമ്മുടെ ഡൈനിങ് ഹാൾ ഡിവൈസ് ഫ്രീ ഡൈനിങ് ഹാൾ ആയിരിക്കണം. ഡൈനിങ് ഹാളിൽ ഊണ് കഴിച്ച് ഒരു വായിൽ വയ്ക്കുമ്പോഴത്തേക്കും മൊബൈൽ വന്നു. അപ്പോൾ മൊബൈൽ എടുത്തിട്ട് ബാക്കിയുള്ള എല്ലാ ആഹാരവും കഴിക്കുന്ന മൊബൈലിൽ കൂടി ആവരുത്. ഫുഡ് പ്ലസ് മൊബൈൽ അലൗഡ് അല്ല. അതുകൊണ്ട് ഫുഡിന് സമയത്ത് മൊബൈലിനെ ബൈ ബൈ പറയുക, ഭഗവാനെ ഓർമ്മിച്ചുകൊണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈശ്വരനെ ഓർക്കുന്ന വിധിയൊന്നും ഇഷ്ടമില്ല, നിങ്ങൾക്കത് താല്പര്യമില്ല എങ്കിൽ വീട്ടിലെ അംഗങ്ങൾ തമ്മിലൊന്നും പരസ്പരം സംസാരിച്ചിട്ട് സന്തോഷിച്ചിട്ട് ആസ്വദിച്ച് ആഹാരം കഴിക്കണം. ആഹാരം നമ്മുടെ ശരീരത്തിൽ ആരോഗ്യം മാത്രമല്ല, മനസ്സിൽ സന്തോഷത്തിൻ്റെ, കുടുംബത്തിൻ്റെ ആരോഗ്യം കൂടി ഉണ്ടാക്കാനുള്ള ഘടകമാണ് ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കൽ.
അതുകൊണ്ട് ഒരാൾ മറ്റൊരാൾക്കുള്ള കെയറിങ് എക്സ്പ്രസ് ചെയ്യാനുള്ള പറ്റിയ സമയമല്ലേ. കഴിക്കുന്ന ഇഷ്ടമുള്ള സാധനമാണോ, കുറച്ച് കൂടുതൽ വിളമ്പി കൊടുക്കുന്നു, അവരെ കൊണ്ട് കഴിപ്പിക്കുന്നു. അങ്ങനെ അന്യോന്യം കഴിപ്പിച്ചും നിങ്ങൾ പരസ്പരം ഒരു ഇമ്പമുള്ളൊരു കുടുംബാന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ളതാണ് ഡൈനിങ് ഹാൾ. അതുകൊണ്ട് നിർബന്ധമായിട്ടും ഡിവൈസ് ഫ്രീ ഡൈനിങ് ഹാൾ ആയിരിക്കണം. ഡൈനിങ് ഹാളിൽ ടിവിയും ഇല്ല, കമ്പ്യൂട്ടറും ഇല്ല, മൊബൈലും ഇല്ല, ആർക്കും ഇല്ല, അച്ഛനും ഇല്ല, അമ്മയ്ക്കും ഇല്ല, കുട്ടിക്കും ഇല്ല. എന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മക്കളെ സ്ക്രീനേജേഴ്സിൽ നിന്ന് ടീനേജേഴ്സായിട്ട് നിങ്ങൾക്ക് വളർത്താൻ സാധിക്കും. എങ്കിൽ കുട്ടിയുടെ ഡെവലപ്മെൻറ്റ് പ്രോപ്പറായിട്ടുള്ള വേല നടക്കും. നിങ്ങളുടെ ലൈഫിൽ കുട്ടികൾ എന്നും ആനന്ദമാവും, നാളെ ടെൻഷൻ ആവില്ല. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടെ നിങ്ങൾക്ക് അങ്ങനെയെല്ലാം ചെയ്യാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തട്ടെ. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.